നമ്മുടെ സ്വപ്ന ഭവനം പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഹോം പണിയുമ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത്, അതായത് മോശം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണോ നമ്മൾ വീട് പണിയേണ്ടത്? അങ്ങനെയാണോ നമ്മുടെ വീടിൻ്റെ ചിലവ് ചുരുക്കേണ്ടത്? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത മെറ്റീരിയൽസുകളെ പുറത്താക്കി നമുക്ക് വേണ്ട മെറ്റീരിയൽസ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉറപ്പുവരുത്തി നമുക്ക് വേണ്ട മെറ്റീരിയൽസ് വെച്ച് വീട് പണിയുമ്പോഴാണ് നമ്മുടെ ബജറ്റിൽ നമുക്ക് തീർക്കാൻ സാധിക്കുന്നത്. ഞാൻ ബെനു വർഗീസ്, വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീടിൻ്റെ ചിലവ് ചുരുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്മാർട്ടായിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈൻ. രണ്ടാമത്, സ്മാർട്ടായിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിലൊരു പ്ലാൻ വരച്ചു, നമ്മുടെ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിനെ കൊണ്ട് നമ്മളൊരു നല്ല പ്ലാൻ വരച്ചു. ഇനി അതിൻ്റെ സൈറ്റിലുള്ള എക്സിക്യൂഷനാണ്. അത് നമ്മൾ തീർച്ചയായും വളരെ നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ട നമ്മുടെ ബജറ്റിൽ ഉതകുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. എക്സാമ്പിൾ, നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് ഒരു 2 അടിയൊക്കെ ഡെപ്ത് കുഴിക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമ്മുടെ ആ ലോക്കൽ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൗണ്ടേഷൻ മെറ്റീരിയൽ തന്നെ നമുക്ക് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, കരിങ്കല്ലുണ്ട്, അല്ലെങ്കിൽ ചെങ്കല്ലുണ്ട്. നമുക്ക് ഒരു 2 അടിക്ക് നല്ലൊരു സ്ട്രോങ് മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ ആ കരിങ്കല്ലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചെങ്കല്ലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലിന്ത് ബെൽറ്റ് അല്ലെങ്കിൽ ഒരു പ്ലിന്ത് ബീം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ഒരു വീടിൻ്റെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭിത്തിയിലൊക്കെ തന്നെ ക്രാക്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ നാട് ഒത്തിരിയധികം മഴയും ഒക്കെ ലഭിക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ അത് പ്ലിന്ത് ബെൽറ്റുകൾ ഒന്നും നമ്മൾ ഒഴിവാക്കരുത്. ഇനിയല്ല, നമുക്ക് കരിങ്കല്ലൊന്നും നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും, അതുപോലെ തന്നെ ലൂസ് ഓയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ കോളം ബീം മെത്തേഡിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ കോളം ഫുട്ടിംഗ് ഫൗണ്ടേഷനിലേക്ക് നമ്മൾ വാർത്ത ഫൗണ്ടേഷനിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടതായിട്ട് വരും. ഇനി ഇപ്പോഴും നമുക്ക് ബ്രിക്ക് വർക്കിലേക്ക് വരുമ്പോഴത്തേക്ക്, ബ്രിക്ക് വർക്ക് നമുക്ക് ഒത്തിരി അധികം രീതിയിലുള്ള ഭിത്തികൾ നമുക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇഷ്ടിക ബ്രിക്കുണ്ട്, സിമെൻറ്റ് ബ്ലോക്കുണ്ട്, AAC ബ്ലോക്കുകളുണ്ട്, CLC ബ്ലോക്കുകളുണ്ട്, അതുപോലെ തന്നെ പൊറോത്തയം ബ്ലോക്കുകളുണ്ട്. അങ്ങനെ ഒത്തിരി അധികം മെറ്റീരിയൽസ് ഉണ്ട്. ഇത് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കഴിയുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല വലിയ മെഷീൻ കട്ടായിട്ടുള്ള, മെഷീൻ മെയ്ഡായിട്ടുള്ള ബ്രിക്ക് അല്ലെങ്കിൽ ബ്ലോക്കുകൾ തന്നെ നിങ്ങൾ മേടിക്കുക. കാരണം വേറൊന്നുമല്ല, നമുക്ക് അങ്ങനെ നമ്മൾ പ്രോപ്പർ സൈസിങ്ങിൽ അല്ല എങ്കിൽ, അതായത് മെഷീൻ മെയ്ഡ് ആകുമ്പോൾ നമുക്ക് പ്രോപ്പർ സൈസിങ് ആയിരിക്കും. പ്രോപ്പർ സൈസിങ്ങിലല്ല എങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് വെച്ച് നമ്മൾ വീട് ലെവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ എക്സ്പെൻസസ് നമുക്ക് കൂടുതലായിട്ട് വരും. ഇപ്പം ഇഷ്ടികയാണെങ്കിലും പല രീതിയിലുള്ള പ്രൈസിങ്ങിലുള്ള ഇഷ്ടികകളുണ്ട്, പല സ്ഥലത്തു നിന്ന് വരുന്ന ഇഷ്ടികകളുണ്ട്. ഇഷ്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ചില സ്ഥലത്ത് ആണെങ്കിൽ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള ഇഷ്ടികളൊക്കെ തന്നെ കിട്ടും. അതിൻ്റെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസുകൾ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കട്ടയും ഓരോ സൈസിലായിരിക്കും, അല്ല എങ്കിൽ ചെറിയ സൈസിലുള്ളതായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭിത്തികൾ കെട്ടുമ്പോൾ നമ്മൾ 2 ബ്രിക്കുകൾ തമ്മിൽ വെക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള മോർട്ടാർ ഫില്ലിങ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫില്ലിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പൈസ ചിലവാകും. അതോടൊപ്പം തന്നെ വർക്ക്മാൻഷിപ്പിന് നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് ചിലവാകും. അങ്ങനെ അതെല്ലാം തന്നെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഹോളോ ബ്രിക്സുകളൊക്കെ തന്നെ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഹോളോ ബ്രിക്സുകളൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഹോളോ ബ്ലോക്കുകൾ തീർച്ചയായും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒത്തിരി അധികം ബ്ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് AAC ബ്ലോക്ക് പോലെയുള്ള ബ്ലോക്കുകൾ. AAC ബ്ലോക്കുകളുടെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ലെവലിൽ വരുന്ന ബ്ലോക്കുകളാണ്. നമുക്ക് വെയിറ്റ് കുറവായിട്ടുള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ നമുക്ക് അകത്ത് പ്ലാസ്റ്ററിങ്ങിനൊക്കെ പകരം വേണമെങ്കിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് പോലത്തുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ പ്ലാസ്റ്ററിങ്ങിലൊക്കെ തന്നെ നമുക്ക് എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് പൊറോത്തൻ ബ്ലോക്സൊക്കെ. നിങ്ങൾക്കറിയാം, പൊറോത്തൻ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളിംഗ് ഒക്കെ തരുന്ന ബ്ലോക്സാണ്. ഒരു വീട് മുഴുവനായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭിത്തികൾ ചെയ്യണമെങ്കിൽ പൊറോത്തൻ ബ്ലോക്സുകൾ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ പുറം ചുവരുകൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പുറത്തേം ബ്ലോക്കുകൾ ഒരു ഓപ്ഷനാണ്. അകത്ത് വേണമെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതോടൊപ്പം തന്നെയാണ് അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്ററിങ്ങുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്സൈഡ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഫുള്ളി നമ്മൾ മോർട്ടാർ പ്ലാസ്റ്ററിങ് തന്നെ നമുക്ക് ചെയ്യാം. ഇൻസൈഡ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാം. ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരു എമൗണ്ട് ആവുമെങ്കിൽ പോലും
നമുക്ക് പുട്ടി വർക്കുകളോ അങ്ങനെയൊന്നും കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരത്തില്ല. അങ്ങനെ ഒരു കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ കാര്യങ്ങളാണ്. തടി എല്ലാവർക്കും അറിയാം, നമുക്ക് ഇച്ചിരി എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തടിയുടെ ഉരുപ്പടികൾ വെച്ചുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യാം. അല്ല എങ്കിൽ തടിയുടെ അവൈലബിലിറ്റി ചില സ്ഥലങ്ങളിലൊക്കെ തടിക്ക് നമ്മൾ റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയും നമുക്ക് തടി ഉരുപ്പടികൾ വെച്ച് തന്നെ അല്ലെങ്കിൽ തടി വെച്ച് തന്നെ നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരിയധികം മോഡേൺ മെറ്റീരിയൽസ് ഡോർസ് ആൻഡ് വിൻഡോസിന് അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്കൊക്കെയുള്ള ഡോറുകളിൽ നമുക്ക് സ്റ്റീൽ ഡോറുകൾ ഉപയോഗിക്കാം. അകത്തുള്ള ഡോറുകളിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. FRP ഡോറുകളുണ്ട്, അതോടൊപ്പം തന്നെ ഫൈബർ ഡോറുകളുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന WPC ഡോറുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. വിൻഡോസിൻ്റെ കാര്യങ്ങളാണെങ്കിലും UPVC വിൻഡോസ് ഉണ്ട്, WPC വിൻഡോസ് ഉണ്ട്, സ്റ്റീൽ വിൻഡോസ് ഉണ്ട്. അങ്ങനെയുള്ള പല ഓപ്ഷൻസുകളും നമുക്ക് പല ബഡ്ജറ്റുകളിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്ഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ റൂഫ് കോൺക്രീറ്റിലോട്ടൊക്കെയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീടിന് ചുറ്റിനും നമ്മൾ ഫുള്ളി എല്ലാ സ്ഥലത്തും നമ്മൾ ലിൻഡലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ലിൻഡലുകൾ ജനലിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഡോറിൻ്റെ മണ്ടയ്ക്കോ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ലാഭിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം നമ്മളൊരു 9 അടി തൊട്ട് 10 അടി പൊക്കത്തിൽ നമ്മൾ ഭിത്തി കെട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെൽറ്റ് പിടുത്തം നമുക്ക് കിട്ടുകയാണ്. ഇനി അങ്ങനെ ബെൽറ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഫുള്ളി കോളം ബീം മെത്തേഡായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബീമുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ലിൻഡൽ എല്ലാ ഭാഗത്തും നമ്മൾ കൊടുക്കുക. ഇനിയിപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഷെയ്ഡുകൾ മുഴുവനായിട്ട് കൊടുക്കണോ, ഷെയ്ഡുകൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാഭമല്ലേ എന്നുള്ളത്. തീർച്ചയായും നമ്മുടെ ഒരു എസ്തെറ്റിക് ഡിസൈൻ അനുസരിച്ച് ഫ്രണ്ടിലോ സൈഡിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഷെയ്ഡുകൾ കട്ട് ചെയ്ത് ജനലിൻ്റെ അവിടെ മാത്രമായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ബാക്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഷെയ്ഡുകൾ കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ലേബേഴ്സ് അല്ലെങ്കിൽ വർക്ക്മാൻഷിപ്പ് അത് ലെവൽ പിടിച്ച് നമ്മൾ ഷെയ്ഡിൻ്റെ തട്ടടിക്കുക എന്നൊക്കെ പറയുന്നത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. തീർച്ചയായും അതൊരു വലിയ ലാഭമല്ല. ബാക്കിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെയുള്ള നമ്മുടെ ഷെയ്ഡുകൾ മുഴുവനായിട്ട് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ സുരക്ഷയോടൊപ്പം തന്നെ നമ്മുടെ ഭിത്തിയിലേക്ക് എരിച്ചിലൊക്കെ അടിച്ച് വരുന്നതിന് നമുക്ക് കുറഞ്ഞു കിട്ടും. അത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ഷെയ്ഡുകൾ മുഴുവനായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ റൂഫ് കോൺക്രീറ്റ്, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, പല തട്ടിലുള്ള കോൺക്രീറ്റുകൾ കഴിയുന്നത് ഒഴിവാക്കുക. ഒരു ലെയറിൽ തന്നെയുള്ള കോൺക്രീറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് ലേബർ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്നും പറഞ്ഞ് നമുക്ക് ഒരു നല്ല ഡിസൈന് വേണ്ടി ഒരു എക്സ്ട്രാ ഒരു കോൺക്രീറ്റിംഗ് വരുന്നു, അല്ലെങ്കിൽ ഒരു 2 ലെവൽ ഓഫ് ലെയർ ഓഫ് കോൺക്രീറ്റിംഗ് വരുന്നു, അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിയുന്നതും നല്ലൊരു പ്ലാനിങ്ങോടുകൂടി റൂഫ് കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റൂഫ് കോൺക്രീറ്റിംഗ്, ഒറ്റ ലെവലിൽ തന്നെ ചെയ്യുന്ന ഒരു കോൺക്രീറ്റിംഗ് നമ്മുടെ ലേബർ കോസ്റ്റുകളെയൊക്കെ തന്നെ നമുക്ക് കുറയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മൾ റൂഫ് കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. നമ്മളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റീൽ ഡിസൈൻ നമ്മുടെ എഞ്ചിനീയറിനെ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം. അതിൻ്റെ ക്വാണ്ടിറ്റി ഓവറായിട്ട് റീഇൻഫോഴ്സ്ഡ് ആയിട്ട് പോവുകയും ചെയ്യരുത്, എന്നാൽ കമ്പി കുറയുകയും ചെയ്യരുത്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ല വാർക്കയിലോടുകൂടി നമുക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റ തവണ വാർക്കയിൽ കൂടി നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഇത് നമ്മൾ തടിയുടെ കാര്യം പറഞ്ഞു, ഡോർസ് ആൻഡ് വിൻഡോസ് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വരുന്നൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. നമുക്ക് എപ്പോഴും കണ്ടുവരുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഒക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ബജറ്റ് കുറഞ്ഞുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കും. തീർച്ചയായും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ വീട് ചെയ്യാൻ. അതായത് നമ്മളൊരു എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബജറ്റ് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ ഒരു ബജറ്റ് അനുസരിച്ചുള്ള ഒരു പ്ലാനിങ് നമ്മൾ നടത്തിയിരിക്കണം. ഇലക്ട്രിഫിക്കേഷൻ്റെ സമയത്ത് ഇത്ര എമൗണ്ട്, പ്ലംബിങ്ങിൻ്റെ സമയത്ത് ഇത്ര എമൗണ്ട് നമുക്ക് ആകും എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അദ്ദേഹവുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കോൺഡ്യൂട്ട് പൈപ്പിങ്ങുകളൊക്കെ ഇടുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ റൂഫിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ തന്നെ ചെയ്ത് പോവുക. അങ്ങനെ പൈപ്പിംഗ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള ഒത്തിരി അധികമുള്ള കട്ടിങ് ചെയ്ത് പൈപ്പുകൾ കൊടുത്ത് വയറിങ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പൈപ്പുകളുടെ ലാഭം, വർക്ക്മാൻഷിപ്പിൻ്റെ ലാഭം, അതോടൊപ്പം തന്നെ വയറിൻ്റെ ലാഭവും നമുക്കുണ്ടാവും. അപ്പം നമ്മൾ കോൺക്രീറ്റിങ്ങിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ടുള്ള കോൺഡ്യൂട്ടിങ്, പൈപ്പിൻ്റെ കോൺഡ്യൂട്ടിങ് എല്ലാം തന്നെ നമ്മൾ എല്ലാ റൂമുകളിലേക്കും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുക. പിന്നെ ഇലക്ട്രിഫിക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 വർഷം കഴിഞ്ഞാൽ ഒത്തിരിയധികം കംപ്ലയിൻറ്റുകൾ ലോക്കൽ പ്രൊഡക്ട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. നമുക്ക് ഒത്തിരിയധികം പ്രൊഡക്ട്സ്, പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ
ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒത്തിരി ലക്ഷറി മെറ്റീരിയൽസ് അല്ല ഉദ്ദേശിച്ചത്, സ്റ്റാൻഡേർഡായിട്ടുള്ള ഇലക്ട്രിക് കേബിൾസ്, സ്വിച്ചസ് എന്നിവ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറയുകയുണ്ടായി കോൺഡ്യൂട്ട് പൈപ്പിംഗ്, കോൺക്രീറ്റിങ്ങിന് മുമ്പ് ചെയ്യണം എന്നുള്ളത്. ഈ കോൺക്രീറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് ആവശ്യമുള്ള ഹുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഫാനിൻ്റെ ഹുക്കുകൾ, അതുപോലെ നമ്മൾ പുറത്ത് ഷെയ്ഡുകളിലൊക്കെ ഹുക്കുകൾ ചെയ്യാറുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. പ്ലംബിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരിയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോസറ്റ്സ്, ഷവർ സിസ്റ്റംസ് ഒന്നും വാങ്ങണം എന്നില്ല. പക്ഷേ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒത്തിരിയധികം ഇപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഒത്തിരി വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അതായത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളൊക്കെ ആണെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. സിംഗിൾ പീസ് യൂണിറ്റുകളൊക്കെ തന്നെ നമുക്ക് ഒരു ക്ലോസറ്റൊക്കെ ആണെങ്കിൽ ഒരു 10,000 to 12,000 റുപ്പീസിലൊക്കെ തന്നെ നല്ല ബ്രാൻഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ബ്രാൻഡുകൾ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഈ സ്റ്റീൽ ഫിറ്റിങ്സ്, അതായത് നമ്മുടെ ടാപ്സ്, ഷവർ സിസ്റ്റംസൊക്കെ മേടിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമ്മൾ മേടിക്കുക. കാരണം സ്റ്റീലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോകാതെ ഉള്ള മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഈ ടാപ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ജംഗ്ഷൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ ത്രെഡുകളൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ളത് നമ്മൾ മേടിക്കുക. ഒരു ലക്ഷറി പ്രൊഡക്റ്റ് മേടിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു സ്റ്റാൻഡേർഡ് ISI പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്ലംബിങ്ങിന് ശേഷം നമ്മൾ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ടൈലിംഗ്. ടൈലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. പല രീതിയിൽ ഓഫ് ടൈലുകളുണ്ട്. നമുക്ക് വിട്രിഫൈഡ് ടൈൽസ് ഉണ്ട്, നമുക്ക് മാറ്റ് ടൈൽസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള GVT ടൈൽസ് ഉണ്ട്, അങ്ങനെ പല ടൈൽസ് ഉണ്ട്. നമുക്ക് ഒത്തിരി അധികം വലിയ ടൈലിലേക്ക് പോകണോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ബെഡ്റൂം, ഒരു സ്റ്റാൻഡേർഡ് ബെഡ്റൂം നമുക്ക് വരുന്നത് ഏകദേശം ഞാൻ പറഞ്ഞു 12 അടി ബൈ 11 അടിയൊക്കെയാണ്. നമ്മുടെ ഒരു കിങ് സൈസ് ബെഡ് ഇട്ട് കഴിഞ്ഞ്, നമ്മുടെ ഒരു വാർഡ്രോബ് കഴിഞ്ഞ് നമുക്ക് പിന്നെയുള്ള ഓപ്പണായിട്ട് കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചുള്ളൊരു ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബെഡ്റൂമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 2x2 സൈസിൻ്റെയൊക്കെ ഒരു ടൈലാണെങ്കിലും നമുക്കിടാം. ഇന്ന് നമുക്ക് 2x2 ടൈൽസ്, നല്ല ബ്രാൻഡഡ് ടൈൽസ് ഒരു 40 രൂപ തൊട്ട് മേളിലോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഹോളിലോട്ട് അല്ലെങ്കിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫർണിച്ചർ ലേഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ഏരിയാസ് മറ്റുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ളതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒത്തിരി അധികം വലിയ ടൈൽസ് നമ്മൾ ഇടണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. അതായത് 8x6 അല്ലെങ്കിൽ 6x4 ഒന്നുള്ള വലിയ ടൈൽസുകൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് ഹോമിൽ നമ്മൾ ഇടണമെന്ന് സജസ്റ്റ് ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, അത് വലിയ ടൈൽസ് ആകുമ്പോൾ തന്നെ ഈ ചെറിയ പാസേജസ്, ചെറിയ മുറികളിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി കട്ടിങ് വേസ്റ്റുകൾ നമുക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നല്ല ടൈൽസ്, വലിയ ടൈൽസ് തന്നെ കാണുമെന്ന് ഭംഗിയുണ്ടെങ്കിൽ ഇപ്പം 4x2 ടൈൽസൊക്കെ തന്നെ നമുക്ക് നല്ല റേറ്റ് കുറച്ച് ഒരു 50 രൂപ തൊട്ട് 60 രൂപ ഒക്കെ വെച്ച് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ടൈൽസ്, നല്ല ബ്രാൻഡുകളുടെ ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്കൊക്കെ നമ്മൾ ചൂസ് ചെയ്യും. പിന്നെ നേരത്തെയുള്ളൊരു ട്രെൻഡാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് മാത്രം അല്ലെങ്കിൽ സ്റ്റെപ്പ് മാത്രം ഗ്രാനൈറ്റ് ഇടുക എന്നൊക്കെയുള്ളത്. തീർച്ചയായും നമുക്കൊരു നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് ഒക്കെ വേണമെങ്കിൽ 250 രൂപയ്ക്ക് മേളിൽ നമുക്ക് പ്രൈസിങ് വരും. പക്ഷേ അത് ഒരു അധിക ചിലവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടിൽ നമ്മൾ സിറ്റൗട്ടിൽ ഒരു ഗ്രാനൈറ്റ്, അകത്തെല്ലാം ടൈൽസ് എന്നുള്ളൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഗ്രാനൈറ്റിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഗ്രാനൈറ്റിനേക്കാളും നല്ലതായിട്ടുള്ള അവൈലബിൾ ആയിട്ട് നമുക്കുള്ള വിട്രിഫൈഡ് ടൈൽസ് അവൈലബിൾ ആണ്. ഫുൾ ബോഡി ടൈൽസുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഒരു 80 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുൾ ബോഡി ടൈൽസൊക്കെ തന്നെ നമുക്ക് 70-80 രൂപയ്ക്ക് നമുക്ക് കിട്ടും. തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു വയസ്സായിട്ടുള്ളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ ടൈലിങ്ങിലൊക്കെ തന്നെ ഒത്തിരി അധികം നമുക്ക് ലാഭങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബാത്റൂമിൻ്റെ വോളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാത്റൂമിൻ്റെ വോളുകൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 4x2 ടൈൽസിൻ്റെ ടൈൽസാണ് വരുന്നത്. ചിലപ്പോൾ 2 ടൈൽസ് ബാത്റൂമുകളിൽ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഒറ്റ വോൾ ടൈൽ തന്നെയാണ് ഇടുന്നത്. ഇത് കഴിയുന്നതും നമ്മൾ എല്ലാ ബാത്റൂമുകളിലും അല്ലെങ്കിൽ ഒരു 2 ബാത്റൂം വെച്ചെങ്കിലും ഒരു ടൈൽസെങ്കിലും സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയധികം കട്ടിങ് വേസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ കട്ട് ചെയ്ത ഒരു ബാത്റൂമിൽ കട്ട് ചെയ്ത ടൈൽ മറ്റുള്ള ബാത്റൂമിലേയും കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ടൈലിൻ്റെ പർച്ചേസിൻ്റെ ആ ഒരു വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ലാഭം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന ഒരു കാര്യമാണ്, ഫിനിഷിങ്ങിൽ വരുന്നതാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പുട്ടി ഫിനിഷിങ് ചെയ്യുന്നുണ്ട്, പുട്ടിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള പെയിൻറ്റിംഗ് ഉണ്ട്. പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി അധികം പെയിൻറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ പെയിൻറ്റ്സ്, എക്സ്റ്റീരിയർ പെയിൻറ്റ്സ്, അങ്ങനെ പല രീതിയിലുള്ള പെയിൻറ്റ്സ്. ഈ ഇൻറ്റീരിയർ പെയിൻറ്റ്സും എക്സ്റ്റീരിയർ പെയിൻറ്റ്സും പല റേഞ്ചിലുള്ള പല റേറ്റുകളിലുള്ളതുണ്ട്. ഇപ്പം 2 ഇയർ വാറണ്ടി ഉള്ളത്, 5 ഇയർ വാറണ്ടി ഉള്ളത്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്, പല വിലയിലുള്ളതുണ്ട്.
നമ്മുടെ വീടിന് വേണ്ടിയുള്ളത് നമ്മൾ ഒരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മെറ്റീരിയൽ സെലക്ഷൻ അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് സെലക്ഷൻ നമ്മൾ ചെയ്യുക. അത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും ലാഭകരമായിട്ടുള്ളതെന്നുള്ളതിൽ നോക്കാതെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആവറേജ് റേഞ്ച് കിട്ടുന്ന ഒരു ഇത് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് വലിയ 10 ഇയേഴ്സ് വാറണ്ടിയുള്ള അല്ലെങ്കിൽ 10 ഇയേഴ്സിലേക്കുള്ള പെയിൻറ്റ് എന്നുള്ള കൂടിയ പെയിൻറ്റുകൾ നമ്മൾ എടുക്കണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ആവറേജ് ആയിട്ടുള്ള ഒരു നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തോന്നിയാൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ കുറേ അധികം ഫിനിഷിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് ഒരു ക്ലോസറ്റ് കാണുന്നു അല്ലെങ്കിൽ ഒരു സ്വിച്ച് കാണുന്നു. നമുക്ക് ഒരു ക്ലോസറ്റിനകത്ത് 2000 രൂപയെ കൂടുതലുള്ളൂ, നമുക്കത് വാങ്ങിച്ചാലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് എക്സീഡ് ചെയ്ത് അത് അത്രേ വരുന്നില്ലല്ലോ, അത് മേടിച്ചാലോ എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ച് നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വീടിൻ്റെ മൊത്തം മെറ്റീരിയൽസ് വരുമ്പോൾ, അതായത് സ്വിച്ചിനകത്ത് ഇച്ചിരി എമൗണ്ട് കൂടുന്നു, CP ഫിറ്റിങ്സിനകത്ത് ഇച്ചിരി എമൗണ്ട് കൂടുന്നു, സാനിറ്ററി വെയർസിനകത്ത് കുറച്ച് എമൗണ്ട് കൂടുന്നു, പെയിൻറ്റിനകത്ത് കുറേ എമൗണ്ട് കൂടുന്നു, ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് അപ്പുറമായിട്ട് ഉള്ളൊരു ഇതിലേക്ക് നമ്മൾ പോകും. അപ്പോൾ തീർച്ചയായും നമ്മൾ പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുക. ഒരു ഷോപ്പിൽ ചെന്നതിന് ശേഷം അഡീഷണലായിട്ടുള്ള പർച്ചേസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ചിലവ് കുറഞ്ഞ ഒരു ബഡ്ജറ്റ് രീതിയിൽ നമ്മൾ വീട് വെക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ചെയ്യും. ഇൻറ്റീരിയേഴ്സിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ കിച്ചൻ്റെയൊക്കെ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വലിയ കിച്ചണൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ചെയ്ത് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ച് നമ്മൾ വരുന്ന രീതിയിൽ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇപ്പോൾ മറൈൻ പ്ലൈവുഡ്, അലൂമിനിയം കിച്ചൺസ്, സ്റ്റീൽ കിച്ചൺസ്, അങ്ങനെ പല രീതിയിലുള്ള കിച്ചൺസ് ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ നല്ലതായിട്ട് നമ്മൾ ഇത് ചെയ്യുക. ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മറൈൻ പ്ലൈ പ്ലസ് നമ്മളെ ലാമിനേറ്റഡ് കിച്ചൺസാണ് കൂടുതലായിട്ടും നമ്മൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പം അതും പല രീതിയിലുള്ള ബഡ്ജറ്റിലുള്ള പ്ലൈവുഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 15 ഇയേഴ്സ് ഗ്യാരണ്ടിയുള്ള നമ്മളൊരു 710 പ്ലൈവുഡിൽ ചെയ്യുന്ന കിച്ചണുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ കുറഞ്ഞ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്ലൈവുഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ കിച്ചണുകൾ ചെയ്യരുത്. എത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്കിപ്പം 25 ഇയേഴ്സ് പ്ലസ് ഒക്കെയുള്ള പ്ലൈവുഡുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കോസ്റ്റ് നമുക്ക് ഒത്തിരി കൂടും. പക്ഷേ മിനിമം ഒരു 15 ഇയേഴ്സ് വാറണ്ടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി 710 പ്ലൈവുഡെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ. ഇൻറ്റീരിയറിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ടാവും. ഇതോടൊപ്പം തന്നെ നമുക്ക് വീടിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ ഫിനിഷസ്, ചില ഹാൻഡ് റെയിൽസുകൾ, അതുപോലെ നമ്മുടെ ഇൻറ്റീരിയർ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലുകളൊക്കെ തന്നെ വരും. അപ്പം ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി അധികം മെത്തേഡ്സ് ഉണ്ട്. സ്ക്വയർ ട്യൂബ്സ്, അതായത് സ്ട്രക്ചറൽ സ്റ്റീൽ വെച്ചിട്ടുള്ള ഹാൻഡ് റെയിൽസ്, സ്ട്രക്ചറൽ സ്റ്റീലും പിന്നെ അതുപോലെ തന്നെ വുഡും കൂടെയുള്ള ഹാൻഡ് റെയിൽസ് ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്റ്റെയർസാണ്. നല്ല ലുക്കുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഫിനിഷും കിട്ടുന്ന സ്റ്റെയർസാണ്. അതൊക്കെ നമുക്ക് ഈ സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ഒക്കെ ഉള്ള സ്റ്റെയർസിനെക്കാട്ടിലും നമുക്ക് ലാഭകരമാണ്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളി ടെമ്പേർഡ് ഗ്ലാസ്ഡ് ആയിട്ടുള്ള സ്റ്റെയർസിൻ്റെ ഹാൻഡ് റെയിൽസിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുള്ളി ടെമ്പേർഡ് സ്റ്റീലായിട്ടുള്ള ഹാൻഡ് റെയിൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസിങ് നമുക്ക് കൂടുതലായിട്ട് വരും. പക്ഷേ ഒരു സ്ട്രക്ചറൽ സ്റ്റീൽ ആൻഡ് വുഡും ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, കാണാൻ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വൈസായിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻസ്, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻസ് കൂടി നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ച് നമ്മുടെ വീട് പണിയുമ്പോൾ നമുക്കൊരു നല്ല സ്റ്റാൻഡേർഡ് ഹോം നമുക്ക് കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള വീടും കിട്ടും, നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടുകൾ വെക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ വീടിൻ്റെ കുറയ്ക്കേണ്ടത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻ. 2, സ്മാർട്ടായിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻ, ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ചിലവ് കുറഞ്ഞ വീട് വെക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നഭവനത്തിനായി ഞങ്ങളുണ്ട്, വീട് വിചാരം. താങ്ക് യു.